പാടുവിൻ സ്തുതി പാടുവിൻ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ജയഘോഷമുയർത്തിടുവിൻ സർവോന്നതനാം നാഥനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ഷാലോം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാ ഗീതികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. പതിവ് പോലെ ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് ഏവർക്കും പ്രിയങ്കരനായ ആൻഡേഴ്സൺ ചേട്ടനാണ്. ചേട്ടനോടൊപ്പം ആരാധനാ ഗീതികളിലൂടെ ഏവർക്കും സുപരിചിതരായ നമ്മുടെ ഗായകരായ ഷാലി, ആൻ മരിയ, മിഷ, ലിജോ, ജോർജ്, ഗീവർഗീസ് എന്നിവരെയും ആരാധനാ ഗീതികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡേഴ്സൺ ചേട്ടാ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും നമ്മൾ ചേട്ടന്റെ ആത്മീയ സംഗീത ജീവിതത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനോടൊപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ വന്നതിന് ശേഷം ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ പ്രത്യേകമായി ഓർക്കുന്നു. അതായത് പഴയ ഒരു സിനിമാ പാട്ടിന്റെ സംഗീതം മാറ്റിക്കൊണ്ട് ചേട്ടന്റെ രീതിയിലൊരു സംഗീതം നൽകിക്കൊണ്ടാണ് ഈ സംഗീത ജീവിതത്തിലേക്ക് ഒരു തുടക്കം കുറിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് ചേട്ടന് ഞങ്ങളോട് പറയാനുള്ളത്? അതിവിടെ ഈ വേദിയിൽ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, എങ്കിലും പറയാം. ഏകദേശം ഒരു 10-11 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഞാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്തത്. കാരണം സംഗീതം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിങ്ങനെ റേഡിയോയിൽ പാട്ട് കേൾക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ സംഗീതം ചെയ്യുന്നവരുടെ പേര് ചില പ്രോഗ്രാമുകളിൽ പറയുമായിരുന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കും. അധികം പാട്ടുകളില്ല, അത് കേൾക്കാൻ ഇടയായി. ഈ സംഗീതം ചെയ്യണം എന്നൊരാഗ്രഹം വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്നൊരു പാട്ട് റേഡിയോയിൽ വന്നത് എഴുതിയെടുത്തു. അന്ന് വരികൾ കിട്ടാൻ വേറെ മാർഗ്ഗമില്ല. അന്നൊരു ഹിറ്റായി അന്നും ഹിറ്റാണ്, ഇന്നും ഹിറ്റാണ് ആ പാട്ട്. അതെടുത്ത് എഴുതിയെടുത്ത് ഞാൻ അടുത്ത ഒരു വീട്ടിൽ ഒരു അമ്മാമ്മ മാത്രം താമസിക്കുന്ന ഒരു വീടുണ്ട് എൻ്റെ അടുത്ത്. അവിടെ പോയി നിന്ന് പാട്ടിന് പുതിയൊരു ട്യൂൺ, ഇതൊന്നും അറിയത്തില്ല, അപ്പം ചുമ്മാ വേറൊരു ട്യൂൺ ഇട്ട് ഞാൻ പാടി നോക്കി. അങ്ങനെ ഒരു പാതകം ചെയ്തിട്ടുണ്ട്. പക്ഷെ സംഗീതത്തിനോടുള്ള അതിയായ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ചെയ്തിരുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ചേട്ടൻ നീണ്ട വർഷക്കാലമായി ഈ ഒരു ക്രിസ്തീയ സംഗീത ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ചേട്ടന് മറ്റു മേഖലകളിലൊക്കെ വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ പോയിരുന്നെങ്കിൽ ചേട്ടന് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിസ്തീയ മേഖലയിൽ തന്നെ ചേട്ടൻ ഇത്രയും വർഷക്കാലം തുടർന്നപ്പോൾ ചേട്ടന് ഫാമിലിയിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് അതെങ്ങനെയാണെന്ന് ഞങ്ങളുമായി ഒന്ന് പങ്കുവെക്കാം. അത് പറയുമ്പോൾ വേറെ മേഖലയിലേക്ക് പോകാമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നിലെന്തോ ഒരു ദൈവനിയോഗം പോലെ എൻ്റെ റൂട്ട് ഇങ്ങനെ ഒരു മേഖല, അന്ന് ഈ കരിസ്മാറ്റിക്കോ ധ്യാനമോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ പ്രത്യേക ഒരു നിയോഗം തന്നെ എന്നിൽ നിക്ഷിപ്തമാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ റൂട്ട് ഇങ്ങനെയുള്ളൊരു മേഖലകളിലൂടെ കടന്നു പോയത്. ഞാൻ ഈ ഗാനമേളയ്ക്ക് പോകുന്ന സമയത്താണെങ്കിലും എനിക്ക് അതിനോട് അത്ര ഒരു കമ്പമില്ലായിരുന്നു. തിരിച്ച് ഇങ്ങനെയുള്ള സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മേഖലയിലൂടെ ആണ് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെട്ടതും എൻ്റെ മാർഗങ്ങൾ തെളിഞ്ഞു വന്നതും ഒക്കെ ഈ ഒരു മേഖലയിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും അങ്ങനെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നത്. ആൻഡേഴ്സൺ ചേട്ടാ, ചേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വളരെ കൗതുകം തോന്നിയൊരു കാര്യമുണ്ട്. അതായത് ഈ ഷാലോം ടിവിയിൽ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്ത ധന്യൻ ജോസഫ് ഇതയത്തിൽ അച്ഛൻ്റെ ഒരു ടെലി സീരിയലുണ്ട്. അപ്പോൾ അതിൽ ആലപിച്ചൊരു സ്തോത്ര ഗീതമുണ്ട്. അത് ഇങ്ങനെയാണത്: ദൈവമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേക്കായെന്നും സ്തോത്രങ്ങൾ. എത്ര മനോഹരമാണ് ആ ഒരു ഗാനം. ഒരുപക്ഷെ ഇന്നും സോഷ്യൽ മീഡിയാസിൽ വളരെ പ്രശസ്തി നേടിയ ഒരു ഗാനമാണല്ലേ. അപ്പോൾ ആ ഒരു ഗാനത്തിനെ കുറിച്ച്, അത് പാടിയൊരു സാഹചര്യമൊക്കെ, അതിനെക്കുറിച്ച് എന്താണ് ചേട്ടൻ ഞങ്ങളോട് പറയാനുള്ളത്? അത് ആ ടെലി സീരിയലിൽ 6-7 പാട്ടുകളുണ്ടായിരുന്നു. എല്ലാം പഴയ ഗാനങ്ങളെ റീമിക്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പ്രശസ്തരായ പാട്ടുകാരാണ് അതിൽ പാടിയിരിക്കുന്നത്. എല്ലാത്തിലും ട്രാക്ക് ഞാൻ പാടി വെച്ചിട്ടുണ്ടായിരുന്നു. പാടിക്കാനുള്ള ട്രാക്കുകൾ ഞാൻ തന്നെയാണ് പാടി വെച്ചിരുന്നത്. അപ്പോൾ ഈ പാട്ട് പാടാനും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഡയറക്റ്റ് ചെയ്തത് സിബി യോഗേവിടൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഒപ്പമില്ല. ഇത് ഞാനൊരു പാട്ട് പഠിപ്പിച്ച്, ഇത് പാട്ട് ഓൾറെഡി ട്രഡീഷണൽ സോങ് ആണ്, എങ്കിലും ഞാൻ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ
പഠിപ്പിച്ച് പാടിക്കാനോട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഡയറക്ടർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഞാൻ ഫുൾ ആ സോങ് പാടിച്ച് കഴിഞ്ഞു, ഞങ്ങൾ പിരിഞ്ഞു. പിന്നീട് ഇത് പ്രോഗ്രാം ഈ ടി വിയിൽ വന്നപ്പോഴാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. ഞാൻ ട്രാക്ക് പാടി വെച്ചിരിക്കുന്ന പാട്ടാണ് പുള്ളി എടുത്ത് ഉപയോഗിച്ചത്. അതൊരു ദൈവ നിയോഗമായിരുന്നിരിക്കാം. പക്ഷെ ആ പാട്ട് ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാരത് കണ്ടിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഒരുപാട് ആളുകൾ, വീണ്ടും ഞാൻ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗാനങ്ങൾക്ക് സംഗീതം കൊടുക്കുന്ന എന്നൊരു നിലയിൽ എല്ലാവർക്കും ആൻഡേഴ്സൺ ചേട്ടനെ സുപരിചിതനാണ്. പക്ഷേ ഗാനങ്ങൾ പാടുന്നു എന്ന നിലയിൽ സംഗീതം കൊടുക്കുന്നതിനോടാണോ അതോ പാട്ടുകൾ പാടുന്നതാണോ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇഷ്ടം സംഗീതം കൊടുക്കുന്നതന്നെ. കൊടുക്കുന്നതാണല്ലേ? അതെ, പാടുന്നത് അവിചാരിതമായിട്ട് എൻ്റെ ട്രാക്ക് പാടുക എന്നുള്ളൊരു ജോലി കൂടെ എന്നിലുണ്ട്. ഞാൻ തന്നെയാണ് പാടും. മുൻപായിരുന്നെങ്കിലും മറ്റു ആൾക്കാരെ കൊണ്ടാണ് ഞാൻ പാടിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ തന്നെയാണ് പാടി വെക്കുന്നത്. സംഗീതം കൊടുത്തതായിക്കോട്ടെ പാടിയതായിക്കോട്ടെ, ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഞങ്ങളുമായി പങ്കുവയ്ക്കാം. എൻ്റെ എല്ലാ ഗാനങ്ങളും എനിക്കിഷ്ടമാണ്, മക്കളെ പോലെയാണ്. എങ്കിലും പെട്ടെന്ന് ഓർക്കുന്നത് ഒരു അനുതാപ കീർത്തനമാണ്, ഒരു അനുതാപ ഗീതമുണ്ട്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് പേരെ മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ടുള്ളൊരു പാട്ടാണ്. എനിക്കും ആ പാട്ടൊരു വലിയ ഫീലായിരുന്നു. അതാണെങ്കിൽ 2 ലൈൻ പാടാം. എൻ പാപ വഴിയോർത്തു ഞാനിന്ന് ഹൃദയം നുറുങ്ങി കരഞ്ഞുപോയി. കർത്താവേ, ഞാൻ അശുദ്ധനാണേ, അശുദ്ധരാം മാനുഷർക്കിടയിലാണേ, വിറയാർന്നു നിൽക്കുന്നു ഞാൻ, എന്റെ പിഴയേറ്റു ചൊല്ലിടുവാൻ. നുറുങ്ങിയ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ നീ കേൾക്കാതെ പോകരുതേ, ഒന്നു നോക്കാതെ പോകരുതേ. ഈ ഗാനം ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേ ഇത്രയും മനോഹരമായൊരു ഗാനത്തിന് സംഗീതം കൊടുത്തത് ആൻഡേഴ്സൺ ചേട്ടനാണെന്നുള്ള വിവരം എനിക്ക് അറിയില്ലായിരുന്നു. മനോഹരമായൊരു പാട്ട് തന്നെ. ചേട്ടാ, അഞ്ചു പറഞ്ഞ പോലെ തന്നെ ഞാനും ഈ പാട്ട് കേട്ടിട്ടുണ്ട്. ഒരു 20 വർഷം മുന്നേ നമ്മുടെ IMS ധ്യാനഭവനിലാണ് ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. ചേട്ടൻ ഇത് ധ്യാനഭവന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത പാട്ടാണോ? അതെ അതെ. ഇത് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം, ആരാണ് ഇത് പാടിയിരിക്കുന്നത്, ആരാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് പറയാമോ? ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്തനായ ഷാജി തുമ്പേച്ചിറയിൽ അച്ഛനാണ്. അച്ഛൻ്റെ വരികൾക്ക് സംഗീതം നൽകി ഇതൊരു ക്രിയേറ്റീവ് മ്യൂസിക് എന്ന് പറയുന്ന എറണാകുളത്തുള്ള ഒരു കാസറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. IMS ആണ് എൻ്റെ IMSൻ്റെ ബാനറിലാണിത് ഈ പാട്ട് ചെയ്യുന്നത്. IMSൽ സ്ഥിരമായിട്ട് പാടിയിരുന്നതാണ്. ഞാൻ ഒരു കാലഘട്ടത്തിൽ അവിടെ പാടിയിരുന്നതാണ്. ഒരുപാട് പേർക്ക് അനുതാപത്തിൻ്റെ ഒരു അനുഭവം ഈ ഗാനങ്ങളിലൂടെ കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, പല ധ്യാന കേന്ദ്രങ്ങളിലും ഈ പാട്ട് പാടാറുണ്ടായിരുന്നു. ഇത് പാടിയിരിക്കുന്നത് കെസ്റ്ററാണ്. വളരെ മനോഹരമായിട്ടത്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ വീണ്ടും ഒരു പുതിയ ഗാനം പഠിക്കാൻ പോവാണല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ഗാനങ്ങൾ പഠിക്കുന്നതിന് മുൻപും നമ്മൾ നമ്മുടെ ഗായകരോട് തന്നെ ചോദിക്കാറുണ്ട്, നമുക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങളെക്കുറിച്ച് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ പാട്ട് പഠിക്കുന്നതിന് മുൻപ് വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അനുഭവമായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും തന്നെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നല്ലൊരു അനുഭവം ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവം ഞാൻ ഓർക്കുന്നത്, ഞാനിങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പള്ളിയിൽ ചെന്നപ്പോൾ എനിക്ക് മൈക്ക് ചിക്കാൻ പോലും എനിക്ക് വോയിസ് ഇല്ല. അപ്പം അന്ന് അത് കഴിയുമ്പോൾ മൈക്ക് സെറ്റിങ് കഴിഞ്ഞിട്ട് കുർബാനാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് പാടാൻ പറ്റുന്നില്ല. ഇച്ചിരി പ്രായമുള്ള അച്ഛൻ പറഞ്ഞു, വേണ്ട, ആൾക്കാർ പാടിക്കോളും. ആൾക്കാരുടെ ഭയങ്കര പാട്ട്. അത് കുർബാനയ്ക്ക് കൂടി കഴിയുമ്പോൾ പറഞ്ഞു, ഞാൻ ശരിക്കും പാടണ്ടായിരുന്നു, അല്ല പാടിയില്ല, നല്ലൊരു ഫീലായിരുന്നു. അപ്പോൾ ഈ കുർബാന സ്വീകരിച്ച് ഞാൻ നാവിൽ വെച്ചിങ്ങനെ ഇറക്കുന്ന സമയത്ത് ആ നാളുകളിലൊക്കെ എനിക്ക് വോയിസ് റെസ്റ്റ് ഉണ്ടായിരുന്നു. 2 മാസം വോയിസ് റെസ്റ്റ് എടുത്തു. പിന്നെ പാടിക്കഴിഞ്ഞാൽ പിന്നെയും വോയിസ് ഇങ്ങനെ അടഞ്ഞു പോകുന്നു. അപ്പോൾ ഈശോ നാവിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോ, ഞാനിനി പാട്ട് നിർത്താനാണെങ്കിൽ അതിനെ സ്വീകരിക്കാനുള്ളൊരു മനോഭാവം എനിക്ക് തരണം. ഇനി അതല്ല, ഇനി അങ്ങേക്ക് വേണ്ടി പാടാനാണെങ്കിൽ എനിക്ക് വീണ്ടും എനിക്ക് വോയിസ് തിരിച്ചു തരാം. എന്താണെങ്കിലും എനിക്ക് ഓക്കെ, അങ്ങനെ ഇഷ്ടം പോലെ. അപ്പോൾ ഞാൻ ഈ ഈശോയെ ഇങ്ങനെ പറഞ്ഞ് ഞാനങ്ങ് ഇറക്കി. അതിനുശേഷം വേറെ ആളില്ലാത്തതുകൊണ്ടും ഞാൻ പാടാനായിട്ട് കയറി. ഞാൻ ഓർക്കുന്നു, ഞാൻ പിന്നെ ഈ ശുശ്രൂഷ അന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ, എൻ്റെ വോയിസ് അടഞ്ഞാണല്ലോ ഇരുന്നത്, ഞാനത് മറന്നു.
ആ പാട്ടിനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. അതിന് ശേഷം എനിക്കതുപോലെ വോയിസ് അടഞ്ഞിട്ടില്ല. കണ്ടിന്യൂസ് ശുശ്രൂഷകൾ ചെയ്താലും ഇപ്പം നൈറ്റ് പ്രയർ കഴിഞ്ഞാലും ജസ്റ്റ് പിറ്റേ ദിവസം ഒരു ചെറിയ അടപ്പുണ്ടാവും. പക്ഷേ അന്ന് അങ്ങനെ അല്ലായിരുന്നു, കണ്ടിന്യൂസ് അടഞ്ഞു പോകുമായിരുന്നു. ഈശോയെ നാവലിച്ച് പറഞ്ഞതിന് ശേഷം അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഈ ദിവികാരുണ്യ അത്ഭുതം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സത്യമായ, ഇന്നും നമുക്ക് പലയിടത്തും കേൾക്കുന്ന, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും നിന്ന് കേൾക്കുന്ന ഒരു അത്ഭുതമാണ് ദിവികാരുണ്യ അത്ഭുതം. അതിൻ്റെ ശക്തിയും എല്ലാം ഒന്ന് വേറെയാണ്. അതെ. അപ്പൊ ദിവ്യകാരുണ്യനാഥനെ വാഴ്ത്തുക, അവനോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനിയായ നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കർത്തവ്യമാണ്, അല്ലേ? അപ്പൊ ചേട്ടാ, നമ്മള് ഇന്ന് ഏത് പാട്ടാണ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ദിവ്യകാരുണ്യ ഗീതത്തിലേക്കാണ് വരുന്നത്. സിസ്റ്റർ മേരി ഗ്രേസ് OP എന്ന ഒരു കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു സിസ്റ്ററാണ് എഴുതിയിരിക്കുന്നത്. വരുന്ന പാട്ടുകളെല്ലാം സിസ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാവും ചിലപ്പം വരികളൊക്കെ അത്രയും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രീതിയിലുള്ള ലളിതമാണ്, വരികളിൽ ലളിതമാണ്. അവരും ദൈവവുമായിട്ടുള്ള, ഈശോമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ വരികളാണ് കുറിച്ച് വെച്ചിരിക്കുന്നത്. നമുക്കത് പഠിക്കാം അല്ലേ? ഇത് ജി മേജറാണ്, മേജർ സ്കെയിലാണ് ഈ പാട്ട്. ജി. ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ. ടെമ്പോയിൽ പാടണം, വലിച്ചു വലിച്ച് പാടണം. അത് ഒന്നുകൂടെ പാടാം. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ. എൻ ഹൃത്തിൽ നീ ഇന്നു വന്നിടുമോ, ആത്മാവിൽ ആനന്ദമേകാൻ. എൻ ഹൃത്തിൽ നീ ഇന്നു വന്നിടുമോ, ആത്മാവിൽ ആനന്ദമേകാൻ. കുഞ്ഞിളം തെന്നലായി നീ വരൂ നാഥ, കുഞ്ഞിളം തെന്നലായി നീ വരൂ നാഥ, ആനന്ദമെന്നും നുകരാൻ, ആനന്ദമെന്നും നുകരാൻ. കുഞ്ഞിളം തെന്നലായി എന്നുള്ള പാടാം. കുഞ്ഞിളം തെന്നലായി നീ വരൂ നാഥ, കുഞ്ഞിളം തെന്നലായി നീ വരൂ നാഥ, ആനന്ദമെന്നും നുകരാൻ, ആനന്ദമെന്നും നുകരാൻ. ഒരു ചെറിയൊരു കോറസ് ഉണ്ട്. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ. അതാ പല്ലവിയുടെ ആദ്യത്തെ വരി തന്നെയാണ് കോറസായിട്ട് ഞാൻ എടുത്തവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ. ഇത് കൊള്ളാട്ടോ, എനിക്കൊരു അതിശയം പോലെ. ഇത് പാടിയപ്പോഴാണെങ്കിലും ഇത് ഫസ്റ്റ് ലൈനാണ് കോറസ് എന്ന് എനിക്ക് തിരിഞ്ഞില്ല. പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാട്ടിൽ ഇങ്ങനെ ഫസ്റ്റ് ലൈൻ എടുത്ത് കോറസ് ആക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാം. പാട്ട് ചെയ്തു വന്നപ്പോഴത്തേക്ക് ഇതൊരു ദിവ്യകാരുണ്യ ഗീതമാണ്. ഒരു കോറസിന്റെ ഒരു ഭാഗം വേണമെന്ന് എനിക്ക് തോന്നി. നമുക്കിപ്പോൾ വരികളില്ല,
ആദ്യത്തെ വരി എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു ട്യൂണൊന്ന് മാറ്റി. ഓക്കെ, ചേട്ടാ എനിക്ക് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കാനുള്ളത്. അപ്പം ചേട്ടൻ്റെ ഇപ്പം 3 പാട്ടുകൾ നമ്മൾ പഠിച്ചു, 3 എഴുതിയ സിസ്റ്റേഴ്സാണ്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ മുതൽ ഇന്നേക്ക് വരെ ഞാനിങ്ങനെ ഈ അച്ഛന്മാർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒന്നും മുൻധാരയിലേക്ക് വന്ന് കണ്ടിട്ടില്ല. ഇന്ന് സോഷ്യൽ മീഡിയാസിലൊക്കെ അവരുടെ കുറേ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവരുടെ പാട്ടുകൾ, ഡാൻസുകൾ അങ്ങനെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. പണ്ട് ഇതിനെ ആരും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല, അവർ മുൻധാരയിലേക്ക് വരരുത്, ഭയങ്കര ഓർത്തഡോക്സ് ചിന്താഗതി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർ നല്ല നല്ല അവരുടെ സൃഷ്ടികൾ വരുന്നു, അവർക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, അവരുടെ ക്രിയേഷൻസ് പുറത്തു വരുന്നു. അപ്പം ചേട്ടന് ഇതിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്? എനിക്ക് നല്ലതേ പറയാനുള്ളൂ. കാരണം പഴയ കാലമല്ലോ, കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മളും കൂടെ മാറുമ്പോഴാണ് അതിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പം പഴയ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരെന്തിനാണ് ഇങ്ങനെ വരുന്നത്, അവർക്ക് പള്ളിയിലെ കാര്യം നോക്കിയാൽ പോരെ. അപ്പം യങ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അവർ വരുന്ന കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. രണ്ടിൻ്റെയും സ്പന്ദനം ചേട്ടനറിയാം, പഴമയുടെയും പുതുമയുടെയും സ്പന്ദനം ചേട്ടനറിയാം. അപ്പം ചേട്ടന് അത് പറയുമ്പം ചിലപ്പം ഈ ഒരു മെൻറ്റാലിറ്റി ഉള്ള കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ചേട്ടൻ്റെ അഭിപ്രായം അവർക്ക് ഒരു പുതിയ ഉണർവായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാനും ആ ഒരു കാലഘട്ടത്തിലാണ്, ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ വരുന്നത്. കാരണം വൈദികർ എന്താണ്, സിസ്റ്റേഴ്സ് എന്താണ്, അവർക്കൊക്കെ ഒരു നമ്മളായിട്ട് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിന് അവർ ഡാൻസ് ചെയ്യട്ടെ, ദൈവസ്തുതിയല്ലേ, അവർ നൃത്തം ചെയ്യട്ടെ, പാട്ട്. ഇപ്പോൾ ഈ കോവിഡ് സമയത്താണ് ഒരുപാട് നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നി, ഇത്രയും നല്ല ഗായകരാണ് സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അച്ഛന്മാരുടെ ഭാഗത്തുനിന്നും വന്നത്. അത് ദൈവകൃപയെ അവർ കൊടുത്തിരിക്കുന്നതാണ്, അവരത് ഉപയോഗിക്കട്ടെ, അവർ ഡാൻസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കാലഘട്ടം മാറുമ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് വന്നാൽ ഇത്, അല്ലെങ്കിൽ ഇന്നും നമ്മൾ ആ പഴയ നൂറ്റാണ്ടിൽ കിടക്കേണ്ടതായിട്ട് വരും. എങ്കിലേ നമുക്കിതൊരു അപ്ഡേഷൻ ഉണ്ടാകത്തുള്ളൂ. പുതിയ പുതിയ കാര്യങ്ങൾ വരണമെങ്കിൽ അതിനെ അനുകൂലിക്കണം. പിന്നെ എതിർപ്പെന്ന് പറയുന്നത് അത് ഭൂമിയുടെ അന്ത്യം വരെ ഉണ്ടായിരിക്കും. നല്ലത് ചെയ്യുക. ആൻഡേഴ്സൺ ചേട്ടാ, നമ്മളിതിനു മുമ്പും ദിവ്യകാരുണ്യത്തിൻ്റെ ഗാനങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗാനങ്ങളിലൊക്കെ ദിവ്യകാരുണ്യം എന്നൊരു വാക്ക് വീണ്ടും ആവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു മടുപ്പ് തോന്നാതെ വീണ്ടും ഭക്തിയോടുകൂടി തന്നെ ഈ ഗാനം ആലപിക്കാനായി ഒരുപാട് പ്രചോദനം നൽകുന്ന ഗാനങ്ങളാണിത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പഠിച്ച ഗാനത്തിൻ്റെ ബാക്കി പഠിച്ചാലോ? തീർച്ചയായും. എന്നുള്ളിലെന്നും വസിക്കാൻ എൻ ഭോജ്യമാകുന്നു നാഥൻ. പാടും. എന്നുള്ളിലെന്നും വസിക്കാൻ എൻ ഭോജ്യമാകുന്നു നാഥൻ. എന്നുള്ളിലെന്നും വസിക്കാൻ എൻ ഭോജ്യമാകുന്നു നാഥൻ. എന്നുള്ളിലെന്നും വസിക്കാൻ എൻ ഭോജ്യമാകുന്നു നാഥൻ. എന്നെന്നും എന്നോടു ചേരാൻ തൻ ജീവൻ എന്നിൽ പകരാൻ. എന്നെന്നും എന്നോട് ചേരാൻ തൻ ജീവൻ എന്നിൽ പകരാൻ. കൂദാശയാകുന്നു നാഥൻ, ദിവ്യ കൂദാശയാകുന്നു നാഥൻ. കൂദാശയാകുന്നു നാഥൻ, ദിവ്യ കൂദാശയാകുന്നു നാഥൻ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യ സായുജ്യമേ. ആ സെക്കൻഡ്സ് ഒക്കെ പാടി കൊള്ളാം കേട്ടോ, പറഞ്ഞു തരാതെ തന്നെ അത് നിങ്ങളത് പാടിയത് കൊള്ളാം. ആ സ്റ്റാൻസ് ഒന്നുകൂടെ നമുക്കൊന്ന് പാടിയല്ലോ. 1 2 3 4 1. എന്നുള്ളിലെന്നും വസിക്കാൻ എൻ ഭോജ്യമാകുന്നു നാഥൻ.
എന്നെന്നും എന്നോടു ചേരാ തൻ ജീവൻ എന്നിൽ പകരാൻ കൂദാശയാകുന്നു നാഥൻ ദിവ്യ കൂദാശയാകുന്നു നാഥൻ കൂദാശയാകുന്നു നാഥൻ ദിവ്യ കൂദാശയാകുന്നു നാഥൻ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യ സായുജ്യമേ ഓ ദിവ്യകാരുണ്യമേ ഓ ദിവ്യ സായുജ്യമേ. മനോഹരമായൊരു ഗാനം അല്ലേ? അപ്പോൾ ഈ ഗാനം നമ്മളെല്ലാവരും പഠിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതിവ് പോലെ ഒരുമിച്ച് പാടിയാലോ അല്ലേ? ലിറിക്സ് ഓരോന്നും ഫീമെയിൽ മെയിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പാടാം. തുടങ്ങാം അപ്പോൾ. എന്നുള്ളിലെന്നും വസിക്കാൻ എൻ ഭോജ്യമാകുന്നു നാഥൻ കൂദാശയാകുന്നു നാഥൻ ദിവ്യ കൂദാശയാകുന്നു നാഥൻ കൂദാശയാകുന്നു
കൂദാശയാകുന്നു നാഥൻ, ദിവ്യ കൂദാശയാകുന്നു നാഥൻ. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യസായുജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യസായുജ്യമേ. നാഥാ നീ എന്നോടെ ഭോജ്യം, ആത്മാവിൻ മധുരമാം ഭോജ്യം. നാഥാ നീ എന്നോടെ ജീവൻ, നിത്യമാ സ്വർഗീയ ജീവൻ. ക്രൂശിതനായി തന്ന ജീവൻ, എന്നും കൂടെ വസിക്കുന്ന സ്നേഹം. ക്രൂശിതനായി തന്ന ജീവൻ, എന്നും കൂടെ വസിക്കുന്ന സ്നേഹം. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യസായുജ്യമേ. എൻ ഹൃത്തിൽ നീ ഇന്നു വന്നിടുമോ, ആത്മാവിൽ ആനന്ദമേകാ. കുഞ്ഞിളം തെന്നലായി നീ വരൂ നാഥാ, കുഞ്ഞിളം തെന്നലായി നീ വരൂ നാഥാ. ആനന്ദമെന്നും നുകരാം. ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യസായുജ്യമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യസായുജ്യമേ. ആത്മാവിൽ ആനന്ദമേകാനായിട്ട് ഒരു കുഞ്ഞിളം തെന്നലായിട്ട് ഈശോ നമ്മുടെ അടുത്ത് വന്നതുപോലെ ശരിക്കും ഈ ഒരു ഗാനം നമ്മൾ ഒരുമിച്ച് പാടിയപ്പോൾ കിട്ടിയ ഒരു അനുഭവം അത് വർണ്ണിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര മനോഹരമായിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ഗാനം പാടി. നമ്മൾ പാടുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം ഇത് പാട്ട് കേട്ട് പഠിച്ച് നമ്മളോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രിയ പ്രേക്ഷകരും കൂടെ തന്നെ പാടുന്നുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു പാട്ടും ഇത്രയും മനോഹരമായി പഠിപ്പിക്കുകയും ഇത്രയും മനോഹരമായി നമ്മൾ പാടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരെയും ഏറ്റവും നന്ദിയോട് കൂടെ ഓർക്കുകയാണ്. ദിവ്യ കാരുണ്യനാഥൻ ദിവ്യ കൂദാശയായി നമ്മിൽ അലിഞ്ഞു ചേരുന്ന നിമിഷം, തിരുവോസ്തിയായി ഈശോ നമ്മുടെ നാവിൽ എഴുന്നള്ളുമ്പോൾ വിശുദ്ധിയിലും വിവേകത്തിലും പൂർണ്ണ വിശ്വാസത്തിലും ജീവിക്കണമെന്ന ബോധ്യം നമ്മളിൽ എന്നും ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഈശോനാഥൻ. ഹൃദയത്തിലേക്ക് അവനെ എഴുന്നള്ളാം. ഈശോ നമുക്ക് നൽകിയ പാഠങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് വിശുദ്ധിയുള്ളവരായി നമുക്ക് ജീവിക്കാം. ഒരേ മനസ്സോടെ നമുക്ക് ലഭിക്കുന്ന സമയമൊക്കെയും ദിവ്യനാഥനെ ഉറക്കെ പാടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് എപ്പോഴും അവനെ ആരാധിക്കാം. അടുത്ത ഒരു എപ്പിസോഡിൽ ഒരു പുതിയ ഗാനവുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതായിരിക്കും. അതുവരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാരൂപിയിലായിരിക്കാം. കൂദാശയാകുന്നു നാഥൻ, ദിവ്യ കൂദാശയാകുന്നു